കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ പ്രതിസന്ധിയിലായി രോഗികൾ. മരുന്ന് വിതരണം നിർത്തിയിട്ടും ചർച്ചയ്ക്ക് പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ ആരോപിച്ചു. 9 മാസത്തെ കുടിശ്ശികയായി വിതരണക്കാർക്ക് 90 കോടിയോളം രൂപയാണ് നൽകാനുള്ളത്. ആരും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. കളക്ടർ ഇത് ഗവൺമെന്റിനെ അറിയിക്കാമെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ കളക്ടറെ കണ്ടിരുന്നു. കളക്ടർ ഇത് ഗവൺമെന്റിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു. ചർച്ചയിൽ മീറ്റിംഗ് ഉണ്ട്, അതിൽ അറിയിക്കാമെന്നാണ് ഞങ്ങൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഇതുവരെ ഈ 10-ാം തീയതി ഞങ്ങൾ കട്ട് ഓഫ് വെച്ചതാണ്. അതുവരെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സപ്ലൈ ഈ 10-ാം തീയതി ഇന്ന് മുതൽ നിർത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും മരുന്ന് വിതരണം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രോഗികൾ. എന്തായാലും ഇത്തരമൊരു വിഷയം ഉണ്ടായിട്ട് പോലും യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഓൾ കേരള കെമിസ്റ്റ് അസോസിയേഷനും വ്യക്തമാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് വിതരണം എപ്പോഴും ഇങ്ങനെ അടിക്കടി അവസാനിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം 2024 മാർച്ചിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഓൾ കേരള ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും അവർ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രിയൊക്കെ വിഷയത്തിൽ ഇടപെടുകയും 3 മാസം കൂടുമ്പോൾ ഈ കുടിശ്ശിക തന്നു തീർക്കാനുള്ള വ്യവസ്ഥ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 9 മാസമായിട്ട് ഇവർക്ക് ഈ പണം ലഭ്യമാകുന്നില്ല എന്ന കാര്യമാണ് ഈ സംഘടന ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. 90 കോടി രൂപയാണ് കിട്ടാനുള്ളത്. 2024 മാർച്ചിലും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർ വരികയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തുകയും ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു ഉറപ്പ് ഇവർക്ക് നൽകിയത്. എല്ലാ മാസവും ഇവർക്ക് കുടിശ്ശിക ലഭിക്കേണ്ടതില്ല, 3 മാസം കൂടുമ്പോഴെങ്കിലും ഈ പണം ലഭ്യമാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമായിരുന്നു സംഘടന മുന്നോട്ടേക്ക് വെച്ചത്. പക്ഷേ അതിന് തയ്യാറാവാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ആ നിലപാട് അല്ലെങ്കിൽ അന്ന് എടുത്തിട്ടുള്ള തീരുമാനം നടപ്പിലാവാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്തുള്ള ന്യായവില ഷോപ്പുകളിലെ മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങളൊക്കെ ഒരുപക്ഷെ 2-3 ദിവസം കൂടെ അവിടെയുള്ള ആശുപത്രിക്കകത്തെ രോഗികൾക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് മരുന്നുകളുടെ പൂർണ്ണമായും ഇല്ലാതാവുകയും പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി നമ്മൾ അവരുടെ തന്നെ ബൈറ്റിൽ കേട്ട് കഴിഞ്ഞാണ് പരാതി സംസ്ഥാന സർക്കാരിനെ അറിയിക്കാമെന്നും അതിൽ തീരുമാനമെടുക്കാമെന്നുമാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ഗൗരവമായുള്ള 10,000-കണക്കിന് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്. സമാനമായ പരാതികൾ നേരത്തെയും ഉയർന്നു വരുന്നു. അത് ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്, കൃത്യമായി ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടും, 3 മാസം കൂടുമ്പോൾ ഇവർക്കുള്ള കുടിശ്ശിക തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലാവാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഈ സംഘടനയ്ക്ക് സമരവുമായി രംഗത്ത് വരേണ്ടി വരുന്നത്. ഇങ്ങനെ സമരവുമായി അവർ രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ അത് ബാധിക്കും. കാരണം ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണമാണ് നിലയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ മരുന്നുകൾ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുറമേ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വരും, സർജിക്കൽ ഉപകരണങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. സർജിക്കൽ ഉപകരണങ്ങളുടെയൊക്കെ വളരെ നിരക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് പുറമേയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ. ഇതൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു ഉറപ്പ് നൽകി പോകുന്നതല്ലാതെ അത് പാലിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 9 മാസത്തെ കുടിശ്ശികയായിട്ട് 90 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. അതേസമയം ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് പല കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള കാര്യങ്ങൾക്ക് 225 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടാറുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഉള്ള ബാധ്യത സാധാരണക്കാരായ രോഗികളെയും ജനങ്ങളെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പോലുള്ള വലിയൊരു സംവിധാനത്തെ കൂടി അതിന്റെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. രോഹിണി. ശരി ഗോകുൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രോഗികൾ. മരുന്ന് വിതരണം നിർത്തിയിട്ടും ചർച്ചയ്ക്ക് പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഓൾ കേരള കെമിസ്റ്റ് അസോസിയേഷൻ ആരോപിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.